വെൽക്കം ടു അവർ ലേണിംഗ് ഫ്ലോ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇ കോമേഴ്സ് എന്ന്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനെറ്റിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യത്തിനാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര അധികം വികസനം നടക്കുന്നത് ഈ ഇന്റർനെറ്റിലൂടെ? ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ളത് എന്താണ്? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത എന്താണ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് എക്കണോമിക് എന്നതും ഇ കൊമേഴ്സ് എന്നുള്ളത് എന്താണ് ഇന്റർനെറ്റ് എന്നുള്ളത് കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ സമുദായത്തിൽ. ഒരു ബിസിനസ്സുകാരനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു സാധാ ഡ്രസ്സ് കടക്കാരനെ എടുത്തു നോക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ്, അയാൾക്ക് ഒരു ഡ്രസ്സ് കട ഒരു ഒരു സ്ഥാപനം തുടങ്ങി അവിടെ അയാൾ ആ ഡ്രസ്സ് വെച്ചു, ആ ഷോപ്പിൽ ഡ്രസ്സ് വെച്ചു. അവിടത്തേക്ക് പോകുന്ന ആൾക്കാരിലേക്ക് മാത്രമാണ് അയാൾക്ക് ആ ഡ്രസ്സ് എത്തിക്കാൻ പറ്റും. എന്നാൽ മറിച്ച് നമ്മളൊരു പ്ലാറ്റ്ഫോം തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഈ ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും അയാൾക്ക് എത്തിക്കാൻ പറ്റും എന്നതാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ഈ ഇന്റർനെറ്റുമായിട്ടുള്ള ബന്ധത്തിന്റെ കുറവ് കാരണത്താൽ പലപ്പോഴും നമുക്ക് എന്ത് പറ്റാറുണ്ട്, ഇതിനൊരു വീഴ്ച പറ്റാറുണ്ട്. അത് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? ഒന്ന്, നമുക്ക് വേർഡ് പ്രോസസ്സിംഗ്, അതായത് വേർഡ് പ്രോസസ്സിംഗ് ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. എങ്ങനെ? ഗൂഗിളിലായാലും ഇതിലെല്ലാം പോയി സെർച്ച് ചെയ്യുക എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. രണ്ടാമതാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഡാറ്റ ബോക്സ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഡാറ്റകളും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. നമ്മളതായിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതെന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം നമുക്ക് അതെന്താ, അത് ഉപയോഗിച്ചിട്ട് പല ആളിലേക്കും നമുക്ക് നമ്മുടെ സാധനങ്ങൾ എത്തിക്കാം എന്നതാണ്. ഇനി അതിനെ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാനേ, നമുക്ക് എങ്ങനെയൊക്കെ അതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ. അതൊന്നുണ്ടാണ് ഓൺലൈൻ വഴിയാണ്. പിന്നെന്താണ് ബുക്സ്, സെമിനാർ, കോഴ്സസ്. ഓൺലൈൻ എന്ന് പറയുന്ന യൂട്യൂബ്, ഗൂഗിൾ മുതലായ കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്താണോ വേണ്ടത് അതെന്തായാലും നമുക്ക് തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് ആണ് ബുക്സ്. നമുക്ക് ഏത് കാര്യത്തിലോടാണോ താല്പര്യം ആ ബുക്സ് എന്താക്കാം നമുക്ക് വായിക്കാം. നെക്സ്റ്റ് ആണ് സെമിനാർ. സെമിനാർ എന്ന് പറഞ്ഞാല് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അവിടുന്ന് അവതരിപ്പിക്കുന്നു, ഞങ്ങളുടെ സംശയങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു തീർക്കുന്നു, അവരുടെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് കോഴ്സ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഒരു കാര്യത്തെ പ്രോപ്പറായിട്ട് സർട്ടിഫിക്കറ്റ് ബേസിൽ നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയാ, കോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇ കൊമേഴ്സിന്റെ ഒരു ആകെ തുകയാണ്.